ഗൈസ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പം ഇന്ന് ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് 4 കൂട്ടം സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുള്ളത്, ഇത് എല്ലാം കൂടെയൊക്കെ കാണിച്ചാൽ വീഡിയോസ് നീണ്ടു നിൽക്കും. അതുകൊണ്ട് കുറച്ചുള്ളതാണ് ഞാൻ അരിയുന്നതും എന്നും തൊലി കളയുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ അമരപ്പയറുണ്ട്, ക്യാരറ്റുണ്ട്, ഒരു കറിക്കാവുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശീമച്ചക്ക ഉണ്ടല്ലോ അതുണ്ട്, സവാള. ഇത്രയും സാധനമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. സവാള ഇത് ഞാൻ പറയാത്ത ഇതിൽ എല്ലാ നമ്മൾ വയ്ക്കുന്ന എല്ലാ തോരനിലും സവാള ചേർക്കുമല്ലോ, അതുകൊണ്ടാണ് 4 കൂട്ടമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അമരപ്പയർ, ക്യാരറ്റ്, കറുക്ക, അതുപോലെ തന്നെ ശീമച്ചക്ക, ഇത്ര സാധനമാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കടുക് വറുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കടുകിന് പകരം ഞാൻ ചേർത്തിട്ടുള്ളത് ഉഴുന്ന് പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ തോരൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. തോരൻ ഞാൻ ഇവിടെ ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ളതും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ച് നീണ്ടുപോയതാണ്. അപ്പോൾ കടുക് താളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മിനിറ്റോളം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി നമ്മുടെ അരപ്പ് തയ്യാറാക്കാം. ഈ അരപ്പിൽ ഞാൻ ചേർക്കുന്നത് തേങ്ങയും അതുപോലെ തന്നെ അര സ്പൂൺ മുളക് പൊടിയുടെ ആവശ്യമില്ല, ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടിയാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചമുളകൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തോരൻ അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ഇവിടെ തോരൻ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ അടി പിടിച്ചിട്ടൊന്നുമില്ല, കാരണം ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കുള്ള അരപ്പ് നമുക്കിനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്, ഷെയർ ഇതെല്ലാം ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അറിയാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ഇത് കഴുവേൻ്റെ വെള്ളം ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തത് എന്തെന്ന് വെച്ചാൽ അരപ്പിൻ്റെ ചെവ വരാതിരിക്കാനാണ്. തോരൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മിനിറ്റും കൂടി നമുക്ക് നല്ലതുപോലെ അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരവും കൂടെ അടച്ച് വയ്ക്കാം. അപ്പോൾ ഉപ്പിൻ്റെ ചെറിയ കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയും വീട്ടിൽ നമുക്ക് പച്ചക്കറി എല്ലാം നമുക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്കിതുപോലെയൊക്കെ തയ്യാറാക്കാം. അപ്പം നമുക്ക് ഉച്ചയ്ക്കുള്ള തോരൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് ഇളക്കി മറിക്കാം. അപ്പോൾ അതാ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. നാളത്തെ വീഡിയോസ് കാണുകയും. അസ്സലാമു അലൈക്കും.